يطبطب ودلع يقول لنا تخيرت عليه انا زعل. പ്രിയമുള്ളവരെ, ഈ ഡ്രൈ സ്കിന്നുള്ള ആളുകളുണ്ടോ? ഈ ഡ്രൈ സ്കിന്നുള്ള ആളുകൾക്ക് മുഖത്ത് അതിൻ്റെ കുറവുകൾ പ്രതിഫലിക്കും. അപ്പോൾ ഈ ഡ്രൈ സ്കിന്നുള്ളവർക്ക് ചെയ്യാൻ കഴിയുന്ന, മുഖത്ത് ചെയ്യാൻ കഴിയുന്ന ഒരു റിഫ്ലക്സോളജി പോയിന്റ് പറഞ്ഞുതരാം. രാവിലെയും വൈകിട്ടും 1-2 മിനിറ്റാണ് അത് ചെയ്യേണ്ടത്. അതിനു മുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാം. ചിലർക്ക് അവരുടെ പ്രായത്തിനേക്കാൾ കൂടുതൽ പ്രായം തോന്നിക്കും. ഒരു 30 വയസ്സുള്ള ഒരാൾക്ക് ചിലപ്പോൾ ഒരു 45 വയസ്സൊക്കെ തോന്നിക്കുന്നവരുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഒരു കാരണമാണ്. ഈ ഒരു കാരണത്തിൽ നിന്ന് 4 കാരണങ്ങളുണ്ടാവും. അത് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ആ ഒരു കാരണം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ആവശ്യമില്ലാതെ വിഷമിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ആവശ്യമില്ലാതെ വിഷമിക്കുമ്പോൾ വേറെ കാരണങ്ങളുണ്ടാവും. ഡിപ്രഷൻ ഉണ്ടാവും, ആങ്സൈറ്റി ഉണ്ടാവും. അതിനെ തുടർന്ന് നമ്മൾക്ക് ഉറക്കക്കുറവുണ്ടാവും. വ്യായാമം ചെയ്യാതിരിക്കും. കാരണം എവിടെ പോണെങ്കിലും സ്കൂട്ടറിന് പോവും, ഒരു ഷോപ്പിംഗ് മാളിൽ പോയാൽ ലിഫ്റ്റ് ഉപയോഗിക്കും, വീട്ടിൽ പോലും അധികം നടക്കില്ല. അങ്ങനെ വ്യായാമമില്ലാത്ത അവസ്ഥ. പിന്നെ ആവശ്യത്തിന് വെള്ളം കുടിക്കില്ല. ശരീരത്തിന് ആവശ്യമുള്ള വെള്ളം അവർ കുടിക്കില്ല എന്നുള്ളതാണ്. പിന്നെ ഈ വിഷമത്തിൻ്റെയൊക്കെ പേരിൽ പെട്ടെന്ന് ദേഷ്യം വരും. ചെറിയ കാര്യങ്ങൾക്ക് പോലും ദേഷ്യപ്പെടും. അങ്ങനെ ഈ 5 കാര്യങ്ങൾ, അതായത് വിഷമത്തിൽ നിന്ന് തുടങ്ങി ബാക്കിയുള്ള ഈ 4 കാര്യങ്ങൾ കൂടി അവർ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ, ആ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാകുമ്പോൾ അവർക്ക് പ്രായം കൂടുതൽ തോന്നാൻ ഉള്ള അവസരം വരും. ശരീരം മറ്റുള്ള രോഗങ്ങളിലേക്ക് പോകും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ഈ പ്രഷർ പോയിന്റ് പറഞ്ഞുതരാം. നമ്മളെല്ലാ ദിവസവും രാവിലെ ഈ പോയിന്റിൽ, നെറ്റിയിൽ ഈ പോയിന്റിൽ ഇങ്ങനെ ക്ലോക്ക് വൈസ്, ആൻറ്റി ക്ലോക്ക് വൈസ് ഇങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്യുക. ഇതൊരു പെന്നോ പെൻസിലിൻ്റെയോ പുറകുവശം കൊണ്ട് ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്യാം. നേരെ ഇങ്ങോട്ട് കൊണ്ടുവരിക. ഈ നോസിൻ്റെ, മൂക്കിൻ്റെ തുമ്പിൽ ഇങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് ലെഫ്റ്റിലേക്ക് കൊണ്ടുപോകുക. ലെഫ്റ്റ് ഈ പോയിന്റിൽ. അങ്ങനെ 1, 2, 3 ഈ 3 പോയിന്റുകൾ രാവിലെയും വൈകിട്ടും ഒരു 1-2 മിനിറ്റ് കൃത്യമായി സ്റ്റിമുലേറ്റ് ചെയ്യുക. നേരത്തെ പറഞ്ഞ കാര്യം നമ്മൾ മറക്കരുത്. يقول لنا تخيرت عليه